മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തീകപർവം, സ്ത്രീപർവം, ശാന്തിപർവത്തിലെ യുധിഷ്ഠിര പരിവേദനവും വ്യാസകൃഷ്ണ സ്വാന്തനോക്തികളും, യുധിഷ്ഠിര പട്ടാഭിഷേകവും, ഭീഷ്മരുടെ ധർമ്മോപദേശവും, ഭീഷ്മർ ധർമ്മോപദേശം തുടർന്ന് കാലത്തിൻ്റെയും ഐശ്വര്യദേവതയുടെയും ആസ്ഥാനവും ഒടുക്കം വിഷ്ണു സഹസ്രനാമത്തിലൂടെയാണ് ശാന്തിപർവം സമാപിച്ചിരിക്കുന്നത്. അടുത്തത് മഹാഭാരതത്തിലെ 13ാമത്തെ പർവമാണ് അനുശാസന പർവം. തുടരുന്നു. യുധിഷ്ഠിരൻ ചോദിച്ചതായ ധർമ്മരഹസ്യങ്ങളെല്ലാം ഭീഷ്മർ വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. യുധിഷ്ഠിരന്റെ സന്ദേഹമെല്ലാം തീർന്നു. ഭീഷ്മർ മൗനം അവലംബിച്ചു. അദ്ദേഹം മിണ്ടാതായപ്പോൾ എല്ലാവരും സ്തബ്ധരായി. അവർ ചിത്രത്തിൽ എഴുതിയ വിധം നിശ്ചലരായി നിന്നു. വ്യാസൻ കുറച്ചു സമയം ധ്യാനത്തിൽ മുഴുകിയിരുന്ന ശേഷം ഗംഗാപുത്രനോട് പറഞ്ഞു, ഗാംഗേയ, യുധിഷ്ഠിരൻ സ്വസ്ഥനായിരിക്കുന്നു. അവൻ സഹോദരന്മാരോടും കൃഷ്ണനോടുമൊപ്പം ഹസ്തിനാപുരിയിലേക്ക് പോകുന്നതിന് അനുവദിച്ചാലും. ഇത് കേട്ടപ്പോൾ ഭീഷ്മർ കണ്ണു തുറന്നു ചുറ്റും നോക്കി. യുധിഷ്ഠിരനെ അരികിലേക്ക് മാടി വിളിച്ചു. അദ്ദേഹം മധുരമായി പറഞ്ഞു, യുധിഷ്ഠിര, രാജധാനിയിലേക്ക് മടങ്ങുക. മനസ്സിൽ ഒന്നുകൊണ്ടും ദുഃഖിക്കരുത്. ദാനവും യജ്ഞവും നടത്തുക. ലോകരെ സ്വാന്തനം ചെയ്യുക. ആദിത്യൻ ഉത്തരായണത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഭവാനന്റെ സമീപത്തെത്തുക. അങ്ങനെയാകാമെന്ന് പറഞ്ഞ് പിതാമഹനെ വണങ്ങി യുധിഷ്ഠിരൻ യാത്ര പറഞ്ഞ് പരിവാരങ്ങളോടും സഹോദരന്മാരോടും കൃഷ്ണനോടും കൂടി ഹസ്തിനാപുരിയിലേക്ക് മടങ്ങി. രാജധാനിയിലെത്തിയ ശേഷം ധർമ്മപുത്ര മഹാരാജാവ് യുദ്ധത്തിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരെയെല്ലാം ആശ്വാസവാക്കുകൾ സ്വാന്തനം ചെയ്യിപ്പിക്കുകയും വേണ്ട വിധത്തിൽ ദാനമായി കൊടുത്ത സമാധാനിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ധർമ്മിഷ്ഠനയോടുകൂടി പ്രജാപരിപാലനം ചെയ്തു. ആദിത്യൻ ഉത്തരായണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യുധിഷ്ഠിരൻ യാചകന്മാരോടുകൂടി കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഭീഷ്മരുടെ ശവസംസ്കാരത്തിന് വേണ്ട സാമഗ്രികളൊക്കെ മുൻകൂട്ടി തന്നെ കൊടുത്തയച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറപ്പെട്ടത്. അദ്ദേഹത്തോടൊപ്പം സഹോദരന്മാരും മാധാവും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിതുരരും യുയുത്സുവും സാത്യയും കൃഷ്ണനും തുടങ്ങിയവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഭീഷ്മസവിധത്തിലെത്തി. അവിടെ വ്യാസൻ, നാരദൻ, ആസ്തൻ, ദേവൻ തുടങ്ങിയ ഋഷിമാരും യുദ്ധത്തിന് പോരാടി മരിച്ചതിൽ ക്ഷീണിച്ച രാജാക്കന്മാരും ഭീഷ്മന് ചുറ്റുമായി ഇരിപ്പുണ്ടായിരുന്നു. ഗാംഗേയൻ കണ്ണും പൂട്ടി നിശ്ചേഷ്ടനായിട്ട് സരസയിൽ കിടക്കുകയായിരുന്നു. യുധിഷ്ഠിരനും മറ്റുള്ളവരും വീരനായ പിതാമഹനെ അഭിവാദ്യം ചെയ്തു. യുധിഷ്ഠിരൻ പറഞ്ഞു, പിതാമഹ, ഇതാ യുധിഷ്ഠിരൻ എത്തിയിരിക്കുന്നു. പ്രഭു, ആചാര്യന്മാരും വിപ്രരും ഋത്വക്കളും എൻ്റെ സഹോദരന്മാരും അങ്ങയുടെ പുത്രനായ ധൃതരാഷ്ട്ര രാജാവും വാസുദേവനും ഇതാ സഭാന്റെ സമീപത്തെത്തിയിരിക്കുന്നു. മഹാമയ, കണ്ണുകൾ മിഴിച്ചാലും അങ്ങയെ കാണുവാനെത്തിയിരിക്കുന്നവരെ ഒന്ന് നോക്കിയാലും മഹാബാഹോ, ഈ ഉള്ളവൻ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും. ഭീഷ്മർ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി. തന്നെ വിട്ടുമിട്ട് നിൽക്കുന്ന ഭാരതന്മാരെ ഈ ധീരൻ കണ്ടു. അദ്ദേഹം തന്റെ കൈ ഉയർത്തി മേഘഗംഭീര സ്വരത്തിൽ പറഞ്ഞു, യുധിഷ്ഠിര, നീ വന്നുവല്ലോ. സഹസ്രാംശുവായ ദീവാകരൻ വടക്കോട്ട് യാത്ര തിരിച്ചിരിക്കുന്നു. ഞാൻ ഈ കൂർത്തമൂർത്ത ശരശയിൽ കിടപ്പായിട്ട് 58 രാത്രി കഴിഞ്ഞു. ആ ദിവസങ്ങൾ നൂറ്റാണ്ടുപോലെ നീണ്ടതായി എനിക്ക് തോന്നി. സൗമ്യമായ മാഘമാസം വന്നു ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ശുഭലക്ഷണമാണ്. ഇന്ന് അഷ്ടമിയാണ്. ഈ അവസരത്തിൽ എനിക്ക് ശരീരം ഉപേക്ഷിക്കാം. ഭീഷ്മർ ധൃതരാഷ്ട്രരെ തൻ്റെ അരികിലേക്ക് വിളിച്ച് കുരുശ്രേഷ്ഠന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന ധൃതരാഷ്ട്രരോട് ഭീഷ്മർ പറഞ്ഞു, അല്ലയോ കൗരവ, നീ എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ധർമ്മങ്ങളും 4 വേദങ്ങളും അറിഞ്ഞവനാണ്. വരുവാനുള്ളതൊക്കെ വന്നു. നീ വ്യസനിക്കരുത്. പാണ്ഡുവിന്റെ മക്കൾ ധർമ്മത്താൽ നിന്റെ മക്കൾ തന്നെയാണ്. അവൾ ഗുരുശുശ്രൂഷകളാണ്. നിന്റെ മക്കൾ ദുരാത്മാക്കളായിരുന്നു. ഈർഷ്യ ബാധിച്ച ദുർവൃത്തിയായ അവരെപ്പറ്റി ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? ദുഃഖിക്കരുത്. ഭീഷ്മർ വാസുദേവനെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖം ഭക്തിപരാവശ്യം കൊണ്ട് തരളിതമായി. കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ദേവദേവേശ, അങ്ങയ്ക്ക് നമസ്കാരം. പുരുഷോത്തമ, നീ ആരംഭമായിട്ടുള്ള പാണ്ഡുപുത്രന്മാരെ ഭവാൻ കാത്തുരക്ഷിച്ചാലും. ദുർബുദ്ധിയും മന്ധനുമായ ദുര്യോധനോട് അന്ന് ഞാൻ പറഞ്ഞു, കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട്, ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. വസുദേവൻ വഴിയായ ഉണ്ണി, നീ പാണ്ഡുപുത്രന്മാരുമായി യോജിക്കുക. സന്ധിക്ക് തക്ക മുഖ്യമായ കാലമാണിത്. ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു. എൻ്റെ വാക്ക് ഈ ദുഷ്ടൻ അനുസരിച്ചുമില്ല. എന്തുണ്ടായി? ഈ ഭൂമിയാകെ മുടിച്ചു. പിന്നെ അവനും അവസാനിച്ചു. കൃഷ്ണ ഭഗവാനെ, ഞാൻ അറിയുന്നുണ്ട് നീ പരമാത്മാവാണ്, സനാതനമാണ്. ഭഗവാൻ എനിക്ക് അനുജ്ഞ നൽകിയാലും ഞാൻ എൻ്റെ ദേഹം ഉപേക്ഷിക്കട്ടെ.
പരസൽഗതി പോകുവാൻ അങ്ങനെ അനുഗ്രഹിച്ചാലും ഞാൻ പോകട്ടെ. ചന്താമരാക്ഷനായ കൃഷ്ണന്റെ നയനങ്ങൾ വിടർന്നു. അദ്ദേഹത്തിന്റെ വദനാരവിന്ദം കരുണസരേതം നിറഞ്ഞ ആർദ്രമായി അദ്ദേഹം പറഞ്ഞു, ഗാംഗേയ, മഹാമയ, ഭവാനെ പോകുവാൻ അനുവദിക്കുന്നു. നീ വസുക്കളിൽ ചെന്ന് ചേരുക. മഹാദ്യുതി, ഈ ലോകത്തിലെ യാതൊരു പാപവും ഏശിയിട്ടില്ല. രാജഹർഷി, ഭവാൻ പിതൃഭക്തനാണ്, മാർക്കണ്ഡേയ തുല്യനാണ്. മൃത്യു ഭവാന്റെ അനുസരണത്താൽ മൃത്യുവിനെ പോലെ കാത്തു നിൽക്കുകയാണ്. ഭീഷ്മരുടെ മുഖം വികസിച്ചു. അവിടെ ശാന്തിയും സമാധാനവും കളിയാടി. അദ്ദേഹം എല്ലാവരോടുമായി വിട ചോദിച്ചുകൊണ്ടുള്ള രീതിയിൽ തൻ്റെ അന്ത്യയാത്രാമൊഴി പറഞ്ഞു. ഞാൻ പ്രാണൻ ത്യജിക്കുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ എന്നെ അതിന് അനുവദിച്ചാലും നിങ്ങൾ എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കണം. സത്യമാണ് ഏറ്റവും വലിയ ഫലം. ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി തപോനിഷ്ഠന്മാരും ധർമ്മനിഷ്ഠന്മാരുമായി നിങ്ങൾ ജീവിക്കുവിൻ. ഭീഷ്മാചാര്യന്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അദ്ദേഹം പ്രാണനെ മേലോട്ട് കയറ്റുവാൻ തുടങ്ങി. അദ്ദേഹം ശരീരത്തിന്റെ ഏതേത് അവയവങ്ങളിൽ നിന്ന് പ്രാണനെ പരിഹംസംഹരിച്ചുവോ ആ അവയവങ്ങളിൽ തറച്ചു കയറിയിരിക്കുന്ന അമ്പുകൾ ശരീരത്തിൽ നിന്ന് അടർന്നു വീണു. കുറച്ചു സമയം കൊണ്ട് ശരീരത്തിലുണ്ടായിരുന്ന അമ്പുകളെല്ലാം ഒന്നൊന്നായി കൊഴിഞ്ഞു വീണു. ഇത് കണ്ട് ദേവാസുരന്മാർ പോലും ആശ്ചര്യപ്പെട്ടു. യുധിഷ്ഠിരാദികളും കൃഷ്ണനും വ്യാസമുനികളും അത്ഭുതം കൂറുന്ന മിഴികളോടെ ഭീഷ്മരെ നിർമോഷർമാരായി നോക്കി നിന്നു. ഭീഷ്മരുടെ മൂർധാവിൽ നിന്ന് കൊള്ളുമീൻ പോലെ ഒരു തേജസ് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. അത് ക്ഷണനേരം കൊണ്ട് അന്തർധാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ദേവാനന്ദുപ്പികൾ മുഴുകി. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ഇപ്രകാരം ശന്ധനു ആനന്ദനായ ഭീഷ്മർ കാലത്തോട് യോജിച്ചു. ഭരതന്മാരുടെ കുലദ്രോഹനായ ദീപന്റെ ഐഹിക ജീവിതം അവസാനിച്ചു. യുധിഷ്ഠിരൻ സഹോദരന്മാരോടും വിതുരൻ, ധൃതരാഷ്ട്രൻ, യുയുത്സു എന്നിവരോടും കൂടി ഭീഷ്മരുടെ ജഡത്തെ പട്ടുവസ്ത്രങ്ങളാലും സുഗന്ധദ്രവ്യങ്ങളാലും പൊതിഞ്ഞ് ചിരയിൽ വെച്ച് ചന്ദനം, നെയ്യ് തുടങ്ങിയവ ഹോമിച്ച് ദഹിപ്പിച്ചു. എല്ലാവരും ആ ചുടലയെ പ്രദക്ഷിണം വെച്ചു. പിന്നീട് എല്ലാവരും കൂടി ഗംഗാതീരത്തേക്ക് പോയി. പാണ്ഡവരും ധൃതരാഷ്ട്രനും ഗംഗയിലിറങ്ങി ഭീഷ്മരുടെ ഉദകക്രിയകൾ ചെയ്തു. തൻ്റെ മകന് ഉദകക്രിയ ചെയ്തു കഴിഞ്ഞപ്പോൾ മാതാവായ ഭാഗീരഥി സ്വരൂപം ധരിച്ച് ജലത്തിൽ നിന്ന് ഉയർന്നു വന്നു. അവർ പറഞ്ഞു, എൻ്റെ പുത്രൻ കൗരവ വംശത്തിൻ്റെ യശസ്സംഭമായിരുന്നു. മഹാവ്രതനും പിതൃഭക്തനുമായ എൻ്റെ മകൻ ദേവവ്രതനെ ഭാർഗവരാമന് പോലും തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. സ്വയംവരത്തിൽ കാശി രാജാവിൻ്റെ രാജധാനിയിൽ കൂടിയ രാജമണ്ഡലത്തെ ഒറ്റയ്ക്ക് ജയിച്ച് കന്യകമാരെ ഹരിച്ച വീരനാണവൻ. ബലം കൊണ്ട് അവന് തുല്യനായി മറ്റൊരാൾ ഈ മണ്ണിലില്ല. ആ മഹാബാഹുവിനെയല്ലേ ആണും പെണ്ണും കെട്ടവനായി ശിഖണ്ഡി വധിച്ചത്. യുദ്ധത്തിലുടനീളം അദ്ദേഹത്തെ തോൽപ്പിക്കുവാനാകാതെ വന്നപ്പോൾ സാക്ഷാൽ കൃഷ്ണൻ പോലും ഇറങ്ങേണ്ടി വന്നില്ലേ, ആയുധം ഇടിക്കേണ്ടി വന്നില്ലേ? ഇത് കേട്ടിട്ടും എൻ്റെ കരൾ തകരുന്നില്ലല്ലോ. ഇപ്രകാരം വിലപിച്ചുകൊണ്ടിരുന്ന ഗംഗാദേവിയെ ഭഗവാൻ ജനാർദ്ദനൻ സമാധാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, പുണ്യദർശനയായ ജാൻവി, നീ ദുഃഖിക്കരുത്, സമാധാനിക്കൂ. ഭദ്രേ, നിന്റെ പുത്രൻ പുണ്യലോകങ്ങളെ പ്രാപിച്ചു കഴിഞ്ഞു. തേജസ്വിയായ വസുവായിരുന്ന അദ്ദേഹം വസിഷ്ഠന്റെ ശാപത്താൽ മനുഷ്യനായി പിറന്നതാണെന്ന് ഭഗവതിക്ക് അറിയാമല്ലോ. ശാപം തീർന്ന അദ്ദേഹം വസുക്കളോട് ചേർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ കരയരുത്. ക്ഷാത്രധർമ്മത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അർജുനനാണ് അദ്ദേഹത്തെ വീഴ്ത്തിയത്, അല്ലാതെ ശിഖണ്ഡിയല്ല. ദേവന്മാർക്ക് പോലും കൊല്ലുവാൻ കഴിയാത്തവനാണ് ദേവവ്രതൻ. അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്. അദ്ദേഹത്തിൻ്റെ ഇച്ഛയനുസരിച്ചാണ് അദ്ദേഹം മരിച്ചത്. അതിനുള്ള കാലമായപ്പോൾ അദ്ദേഹം മരിക്കുകയും വസുക്കളിൽ ചെന്ന് ചേരുകയും ചെയ്തു. അതിനാൽ അദ്ദേഹത്തെ പറ്റി ഒരു വിധത്തിലും ദുഃഖിക്കരുത്. വാസുദേവന്റെ സ്വാതന്ത്ര്യോക്തികൾ കേട്ട് സമാധാനപ്പെട്ട ഗംഗാദേവി ഗംഗയിൽ മുങ്ങി അന്തർധാനം ചെയ്തു. യുധിഷ്ഠിരനും മറ്റും ഗംഗയിൽ കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറുകയും ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം അനുശാസന പർവവും സമാപിച്ചിരിക്കുന്നു. ഏറ്റവും ചെറിയ പർവമായിരുന്നു അനുശാസന പർവം. അടുത്തത് മഹാഭാരതത്തിലെ 14ാമത്തെ പർവമായിട്ടുള്ള അശ്വമേധ പർവമാണ്. തുടരും.